ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടർബോ ജോവിൻ. അപ്പം നമ്മൾ പറഞ്ഞു ജാസ് വരുന്നു, ജാസ് വന്നു രണ്ടെണ്ണം. ഇതൊരു 2005 മോഡല്. പറയുകയാണെങ്കിൽ പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. നമ്മുടെ കളക്ഷൻ രണ്ട് വണ്ടിയാണുള്ളത്. ഇത് 2015 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2019 മോഡല് 2020 രജിസ്ട്രേഷൻ ഡീസൽ മാനുവലാണ്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഇപ്പുറത്തെ ഡീസൽ മാനുവലും ഉണ്ട്. 2015 മോഡല്, 2019, 20 മോഡല്, രണ്ട് മോഡല് വെള്ള കളറുള്ള നല്ല അടിപൊളി കണ്ടീഷനിലുള്ള രണ്ട് ജാസാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ, സപ്പോർട്ട് ചെയ്തോളോ. പിന്നെ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ പലരും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കത് എല്ലാത്തിനും നമ്മൾ മറുപടി തരുന്നതാണ്. എല്ലാതും അതിൻ്റേതായ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അതിനൊക്കെയുള്ള റിപ്ലൈ നമ്മൾ തരും. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ജാസ് എന്നാൽ പിന്നെ ഡീറ്റെയിൽസ് തുടങ്ങിയാലോ. നമുക്ക് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്, ഇത് ഡീസൽ മാനുവൽ. അപ്പം രണ്ട് വണ്ടി ജാസ് വൈറ്റ് കളറ് അടിപൊളി കണ്ടീഷനുള്ള വണ്ടി. അപ്പം നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇത് 2019 മോഡല് വണ്ടിയാണ്. ഓക്കെ, ഇത് 2019 മോഡല് 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജാസ് 1.5V മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ വൈറ്റ് കളർ വണ്ടി. അപ്പോൾ ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ് റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ സംഭവങ്ങളുള്ള വണ്ടികളൊന്നും നമ്മൾ കൊണ്ടുവരില്ല. അപ്പോൾ അത് ഇപ്പോൾ ഇത് നോക്കാം, ഡോറിൻ്റെ സൈഡ് ഇപ്പോൾ ഒരു ഡോറ് നമ്മളതങ്ങനെ കാണിച്ചു തരാണ്, ഒരു സാമ്പിൾ പോലെ. സൈഡിലെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ, അതായത് വണ്ടി അവിടെ തട്ടി മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വർക്കാവുന്ന അതൊക്കെ മാറും. അപ്പോൾ അതിലെ പഞ്ച് മാർക്ക്, പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് എല്ലായിടത്തും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇവിടുത്തെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്ക്, എല്ലാതും പഞ്ചിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ 2020 ഉള്ള വണ്ടി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾ. ഇപ്പം നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറയും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വണ്ടി നോക്കുക, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വണ്ടിയാണോ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇത് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ, അത്യാവശ്യം നല്ല മൈലേജും പവറും ഒക്കെ ഉള്ള വണ്ടിയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഡീസൽ വണ്ടി, ഇതിൻ്റെ ഡീറ്റെയിൽ 42,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ ആണ്. 42,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 8,35,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 8,35,000 രൂപ ആസ്കിംഗ് പ്രൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2% ഡീലർഷിപ്പ് കമ്മീഷനും RTO ചാർജസ് ഒരു 1,500 രൂപയൊക്കെ വരും. അത് എക്സ്ട്രയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കൂ, ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ഇപ്പോൾ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, രസമായിട്ടുള്ള കാര്യങ്ങളാണ്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ റൂഫിലെ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല ലുക്കായിട്ടില്ലേ. അപ്പോൾ ഇത്തിരി ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ്, പക്ഷെ നല്ല ഭംഗിയുള്ള മോഡിഫിക്കേഷൻസ് ആണ്. പിന്നെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നിലേക്ക് കുറച്ചിങ്ങനെ തള്ളി നിൽക്കണമായിരുന്നു. പിന്നെ പില്ലോ, അന്ന് വണ്ടി മേടിച്ചിട്ടുള്ള പില്ലോ കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെയുണ്ട്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ പിന്നിലെ ലൈറ്റൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കാം, പെയിൻറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ് സംഭവങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി, 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിൻ്റെ എല്ലാ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ പവർ സ്റ്റിയറിങ് കാര്യങ്ങൾ, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ, പിന്നെ സ്റ്റിയറിങ് മൗണ്ടഡ് കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങൾ. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. 2019 മോഡല് 2022 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജാസ് 1.5V മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ, 42,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ. ആസ്കിംഗ് പ്രൈസ് 8,35,000 രൂപ, പ്ലസ് ഒരു 2% ഡീലർഷിപ്പ് കമ്മീഷൻ വരും. പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇത് CVT പെട്രോളാണ്, ഓട്ടോമാറ്റിക് വണ്ടി, പെട്രോൾ. 2015 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാനുവൽ വേണമെങ്കിൽ അത് നോക്കാം, അതല്ല പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കാം. അധികം ഓട്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും ഈ വണ്ടി. ഈ വണ്ടിയും കമ്പനി സർവീസാണ്, ലോ കിലോമീറ്റർ ആണ്. 39,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്, ലോ കിലോമീറ്റർ വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,40,000 രൂപയാണ്. പിന്നെ ഡീലർഷിപ്പ് കമ്മീഷൻ 2% എക്സ്ട്രാ വരും.
പിന്നെ എന്ന് പറയണത് ഈ വണ്ടി മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇപ്പം മറ്റേ വണ്ടിക്ക് ഇൻറ്റീരിയർ ചിലർക്ക് ഇത് ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്, സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. മറ്റേത് ബീജ് കളറാണ്. അപ്പം ഇനിയിപ്പോൾ ബ്ലാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കാം. അപ്പോൾ അങ്ങനെ ജാസിൻ്റെ 2 വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ബോധ്യപ്പെടാം. പിന്നെ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ വണ്ടി ഓക്കെ ആണെങ്കിൽ ഇവിടെ വരാം. വണ്ടി എല്ലാ രീതിയിലും പരിശോധിച്ച് ഓക്കെ ആയിട്ട് മാത്രം നമുക്ക് സെയിലിലേക്ക് കടന്നാൽ മതി. ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ നമുക്കൊരു നോർമലി മിനിമം ഒരു 80% നമുക്ക് എന്തായാലും ലോൺ പാസ്സാവും. പിന്നെ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് 90% വരെ ചെയ്യാം. ഇത് ജാസ് വി വേരിയൻറ്റ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് വരുന്ന വണ്ടിയാണ് ജാസ്. അപ്പോൾ 2 വണ്ടി, പെട്രോളുണ്ട്, ഡീസലുണ്ട്, മാനുവലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ മാനുവലും. അപ്പോൾ ഇത് ഒന്നും കൂടിയും പറയാം, 2015 മോഡൽ, ആസ്കിംഗ് പ്രൈസ് 5,40,000. 2 വണ്ടിക്ക് നമ്മൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാണ്. താല്പര്യം ഉണ്ടെങ്കിൽ, ഏത് വണ്ടിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പർ 8184000066 എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. അപ്പം ഇനി നമുക്ക് ആ ലൈറ്റ് ഇല്ലേ, അതും കൂടി ഒന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു വണ്ടിയുടെ ബാക്ക് ലൈറ്റ് മാറിയിട്ടുണ്ടെന്ന്. അത് കത്തുമ്പോൾ നല്ല ഭംഗിയാണ്. അതൊന്ന് കാണിച്ചു തരാം നമുക്ക്. നോക്കിയേ, രസമായിട്ടില്ലേ. ഇനി മറ്റേ ഇൻഡിക്കേറ്റർ ഇട്ടടാ, കണ്ട. ഒന്ന് ബ്രേക്ക് അമർത്തിയേ, ഒന്ന് റിവേഴ്സ് ഇട്ടേ, കണ്ട. അപ്പോൾ ഇത് കാണാൻ നല്ല രസമായിരുന്നു ഈ ലൈറ്റ് മാറ്റിയത്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ 2 വണ്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏത് വണ്ടിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പറയാം, 8184000066 എൻ്റെ പേഴ്സണൽ നമ്പറാണ്. കണ്ട, പിന്നിൽ നമ്മുടെ 2 ജാസോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാം. 2നും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഫുൾ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പരമാവധി നല്ല വണ്ടികൾ എന്നെ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ ഇറ്റ്സ് മീ ജോവിൻ, സൈനിങ് ഓഫ്.